ആലുവയിലെ LDF സ്ഥാനാർത്ഥി എ മാരിഫ് ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. പ്രചരണ പ്രവർത്തനങ്ങളുമായി ഊർജിതമായി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ പ്രചരണത്തിൻ്റെ ഒരു പ്രചരണ പ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ നല്ല ആവേശമാണ് റൂട്ട് ലെവലിൽ, ബോട്ടം ലെവലിൽ കാണാൻ കഴിയുന്നത്. കാര്യം വെച്ചാൽ ഇന്നലെ ആദ്യം നടന്ന റോഡ് ഷോയിൽ എന്താ പറയുക, നിശ്ചയിച്ചതിനേക്കാളൊക്കെ ഒരുപാട് വാഹനങ്ങളുമായി ഒരുപാട് പ്രവർത്തകരും എല്ലാം അങ്ങ് അണിചേരുന്ന കാഴ്ചയാണ് കണ്ടത്. അതുപോലെ തന്നെ ആ റോഡ് ഷോ പോകുന്ന വഴികളിലെല്ലാം ആളുകളെല്ലാം എന്താ പറയുക, ഒരു സ്ഥാനാർത്ഥിയെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ താല്പര്യവും ആവേശവും കാണിക്കുന്നുണ്ട്. ഇന്നലെ പ്രധാനപ്പെട്ട കടകൾ, കമ്പോളങ്ങൾ, സ്ഥാപനങ്ങളിലെല്ലാം, ജംഗ്ഷനുകളിലെല്ലാം ഒന്ന് പോയി. അവിടങ്ങളിലെല്ലാം ആളുകൾ, നമ്മളങ്ങോട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യം പോലും വരുന്നില്ല. ആളുകളെല്ലാം പറഞ്ഞറിയാം, ഞങ്ങൾ വായിക്കുന്നവരാണ്, പത്രം വായിക്കുന്നവരാണ്, കാണുന്നവരാണ്, TV ചാനൽ കാണുന്നതാണ്. ഞങ്ങളുടെ ബന്ധുക്കൾ ധാരാളം പേർ അവിടെ ആരൂരും ആലപ്പുഴയ്ക്കായിട്ടുണ്ട്. ഞങ്ങളോടൊന്നും പറയണ്ട എന്നുള്ള നിലയിൽ ആളുകളെല്ലാം, നല്ലൊരു ശതമാനം ആളുകൾ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ കൂടിയാണ്. അപ്പോൾ പൊതുവിൽ നല്ല പ്രതികരണമാണ്. പിന്നെ സർക്കാരിൻ്റെ വിവിധ തരത്തിലുള്ള ക്ഷേമ പദ്ധതികളൊക്കെ കൈപ്പറ്റുന്ന ആളുകളൊക്കെ കാണുമ്പോൾ ഞങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല, പെൻഷൻ കിട്ടണോ, ഞങ്ങൾ ഈ സർക്കാർ വേണ്ടേ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പൊതുവിൽ നല്ല പ്രതികരണമാണ്. ഇന്നലെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഇന്നലെ കാഞ്ഞൂർ നടത്തിയ വൈകിട്ടത്തെ റോഡ് ഷോയും നല്ല, ഒരു പഞ്ചായത്തിൽ മാത്രമുള്ള നടത്തിയ ഒരു സംവിധാനമാണ്. പക്ഷേ നല്ല പ്രതികരണമായിരുന്നു, നല്ല ജനമായിരുന്നു. അപ്പോൾ തീർച്ചയായും ആവേശകരമായൊരു മുന്നേറ്റമായിട്ടാണ് കാണുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ, ഇനിയിപ്പോൾ അടുത്ത ദിവസം നാളെയൊക്കെ എങ്ങനെയാണ് പ്രചരണം? ഏത് മേഖലയാണ്? നാളെ ഇപ്പോൾ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിവസമാണ്. രാവിലെ അതുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ ദേവാലയങ്ങളിലെല്ലാം ഒന്ന് പോകുന്നുണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് മറ്റ് പരിപാടികളിൽ ചില ആളുകളെയും വ്യക്തികളെയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ തൊട്ടടുത്ത ദിവസം 20-ാം തീയതി കൂടിയ നോമിനേഷൻ എന്നുള്ള നിലയിലാണ് ഇവിടെ ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നോമിനേഷനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതുമായി കുറേ കാര്യങ്ങൾ. വിജയപ്രതീക്ഷ എങ്ങനെയാണ്? മണ്ഡലം പിടിച്ചെടുക്കുകയല്ലേ? ഉറപ്പായിട്ടും 100% ഉറപ്പാണ് ആലുവ LDF കരസ്ഥമാക്കിയിരിക്കുന്നത്. ഉറച്ച പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി. ആലുവ LDF നേടുമെന്ന് തന്നെയാണ് എ മാരിഫ് പറയുന്നത്. ആലുവയിൽ നിന്നും ക്യാമറമാൻ ബാദലിനൊപ്പം തിയോഫിൻ, കൈരളി ന്യൂസ്.